കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നിന്നും പഴയൊരു ജപമാല തിരഞ്ഞു നടന്നു ഞാൻ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നിന്നും പഴയൊരു ജപമാല തിരഞ്ഞു നടന്നു ഞാൻ ആദ്യമായി കുർബാന കൈക്കൊള്ളുമ്പോൾ കയ്യിൽ തന്നൊരാ ജപമാലയോർത്തു ഞാൻ ആദ്യമായി കുർബാന കൈക്കൊള്ളുമ്പോൾ കയ്യിൽ തന്നൊരാ ജപമാലയോർത്തു ഞാൻ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നിന്നും പഴയൊരു ജപമാല തിരഞ്ഞു നടന്നു ഞാൻ അപ്പൻ ചൊല്ലിത്തന്ന കുരിശു വരയ്ക്കലും അമ്മ തൻ സ്നേഹമാർന്ന് മറിയത്തിൻ ജപവും അപ്പൻ ചൊല്ലിത്തന്ന കുരിശു വരയ്ക്കലും അമ്മ തൻ സ്നേഹമാർന്ന് മറിയത്തിൻ ജപവും മനസ്സിലേറ്റിയിടുന്ന വചനത്തിൻ തേജസ്സും നെഞ്ചിലേറ്റി ഞാൻ രക്ഷ നേടിടാം നെഞ്ചിലേറ്റി ഞാൻ രക്ഷ നേടിടാം മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നിന്നും
പഴയൊരു ജപമാല തിരഞ്ഞു നടന്നു ഞാൻ. കാത്തിരുന്നു കിട്ടിയൊരു സ്നേഹത്തെ കണ്ടു ഞാൻ. കാണാതിരുന്നൊരു കനകത്തെ തേടി ഞാൻ. കാത്തിരുന്നു കിട്ടിയൊരു സ്നേഹത്തെ കണ്ടു ഞാൻ. കാണാതിരുന്നൊരു കനകത്തെ തേടി ഞാൻ. കണ്ണീരുമായ്ക്കുന്ന കരവലയത്തിൽ ഞാൻ ആനന്ദമോടെ നന്ദിയേകിടാം. ആനന്ദമോടെ നന്ദിയേകിടാം. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നിന്നും പഴയൊരു ജപമാല തിരഞ്ഞു നടന്നു ഞാൻ. ആദ്യമായി കുർബാന കൈക്കൊള്ളുമ്പോൾ കയ്യിൽ തന്നൊരാ ജപമാലയോർത്തു ഞാൻ. ആദ്യമായി കുർബാന കൈക്കൊള്ളുമ്പോൾ കയ്യിൽ തന്നൊരാ ജപമാലയോർത്തു ഞാൻ. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നിന്നും പഴയൊരു ജപമാല തിരഞ്ഞു നടന്നു ഞാൻ. പഴയൊരു ജപമാല തിരഞ്ഞു നടന്നു ഞാൻ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യവും സ്നേഹവും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ പത്രോസ് എന്ന പ്രമുഖനായ ശിഷ്യൻ ഈശോയോടൊരു ചോദ്യം ചോദിച്ചു. ഏതെങ്കിലും കാരണത്താൽ പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? ആ ചോദ്യത്തിന് ഉത്തരമെന്നോണമാണ് ഈശോ അവരോട് ഇങ്ങനെ പറഞ്ഞത്: പരസംഗം മൂലമല്ലാതെ ഏതെങ്കിലും പുരുഷനൊരു സ്ത്രീയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. തുടർന്ന് ഈശോ പറഞ്ഞതും പഠിപ്പിച്ചതും ഇങ്ങനെയാണ്: പുരുഷനെയും സ്ത്രീയെയും കൂട്ടി യോജിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ മഹനീയമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് വിശുദ്ധമായ കുടുംബം, വിശുദ്ധമായ വിവാഹം. ഇന്ന് അനേക കുടുംബങ്ങളിൽ ദമ്പതികളുടെ ഇടയിൽ ഭിന്നതയും കലഹവും വഴക്കും അസ്വസ്ഥതകളുമാണ്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്ന അനേക സഹോദരങ്ങൾ കണ്ണുനീരോടെ പങ്കുവയ്ക്കാറുള്ള ഒരു കാര്യം ഇതാണ്: ബ്രദറെ, കുടുംബത്തിൽ യാതൊരു സമാധാനവുമില്ല, ഞങ്ങൾ തമ്മിലൊരു ഐക്യമില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പരസ്പരം മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? കർത്താവിൻ്റെ ഈ വാക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആഴമായി ഇപ്പോൾ നിറയട്ടെ.
ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഓരോ ക്രിസ്തീയ വിവാഹവും വിശുദ്ധമായ ഒരു കൂദാശയാണ്. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. അദൃശ്യമായ ദൈവിക വരപ്രസാദം ദൃശ്യമായ വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ദൈവിക അടയാളങ്ങളാണ് കൂദാശകൾ. ഇതൊരു ദൈവിക അടയാളമാണ്. ദൈവിക സമർപ്പണത്തിൻ്റെയും ദൈവിക സ്നേഹത്തിൻ്റെയും ഒരടയാളം. ഇവിടെ വിവാഹ ജീവിതത്തിൽ പുരുഷൻ തന്നെ തൻ്റെ ജീവിത പങ്കാളിക്ക് യേശുവിനെ പ്രതി സമർപ്പിക്കുന്നു. അവൻ്റെ ശരീരവും മനസ്സും ആത്മാവും അവനെ തന്നെയും ഈശോയുടെ കരങ്ങളിലേക്ക് എങ്ങനെയാണ് അവൻ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവിത പങ്കാളിക്കും ഏൽപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്ത്രീ അവളുടെ ജീവിതത്തെ, ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഈശോയ്ക്ക് എങ്ങനെ സമർപ്പിക്കുന്നുവോ അതുപോലെ തന്നെ ജീവിത പങ്കാളിക്കും സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് കുടുംബ ജീവിതത്തെക്കുറിച്ച്, വിവാഹിതരെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത്. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീയും ഇനിമേൽ അവർക്ക് അവരുടെ ശരീരത്തിന്മേൽ സ്വന്തമായി അവകാശങ്ങളൊന്നുമില്ല. പൗലോസ് പറയുകയാണ്, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, മറിച്ച് അവളുടെ ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല അധികാരം, ഭാര്യയ്ക്കാണ്. വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അനേകർ മറന്നു പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവും ബോധ്യവും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് അനേകരുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് കണ്ണുനീരും വേദനയും വിഷമവും പ്രയാസവും ഉണ്ടാകുന്നത്. ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് പേരുചൊല്ലി വിളിച്ച് വിവാഹം എന്ന കൂദാശയിലുള്ളൊരു സ്ത്രീയുടെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിക്കുന്നത് അവളുടെ പ്രാർത്ഥന വഴി, അവളുടെ സഹനം വഴി, അവളുടെ വിശുദ്ധമായ ജീവിതം വഴി ഈ പങ്കാളി, ഈ പുരുഷൻ ഒരു വിശുദ്ധനായി തീരണം എന്നതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ വിവാഹം എന്ന കൂദാശയിലൊരു പുരുഷൻ്റെ കരങ്ങളിലേക്ക് സ്വർഗം ഏൽപ്പിച്ച് തരുമ്പോൾ സ്വർഗത്തിനൊരു വലിയ ലക്ഷ്യമുണ്ട്. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ മനുഷ്യൻ്റെ, ഈ മകൻ്റെ പ്രാർത്ഥനകൾ വഴി, അവൻ്റെ ത്യാഗ ജീവിതം വഴി, അവൻ്റെ സഹനം വഴി ഒരു വിശുദ്ധയായിത്തീരണം. ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ചു എങ്കിൽ ഒരു ഭാര്യയുടെ സഹനം, അവളുടെ കണ്ണുനീര് ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ്. ഈ ഒരു സമർപ്പണം നടക്കാത്തതാണ് ഇന്ന് കുടുംബങ്ങളിൽ കാണുന്ന സകല പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒരു കാരണം. ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി സങ്കടങ്ങളെ ഏറ്റെടുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഭർത്താവ് തൻ്റെ ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഏറ്റെടുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം പുരുഷനെ സൃഷ്ടിച്ച് കഴിഞ്ഞ്, ആദത്തെ സൃഷ്ടിച്ച് കഴിഞ്ഞ് അവനെ ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ വാരിയിൽ നിന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു കഴിഞ്ഞ് ആ സ്ത്രീയെ അവൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ വലിയ ആനന്ദത്തോടെ പറഞ്ഞ ഒരു വാക്യമുണ്ട്. ഇതാ ഒടുവിൽ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഇവൾ ഞാൻ തന്നെയാണ് എന്ന് ആദം പറഞ്ഞു വയ്ക്കുകയാണ്. ഭർത്താവിൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദുഃഖം, ഭർത്താവിൻ്റെ മനസ്സിൻ്റെ നൊമ്പരം,
ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനവൾക്കൊരു ആശ്വാസം നൽകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പ്രതിസന്ധിയായി. കുരിശിൻ്റെ വഴിയിൽ രണ്ട് പ്രത്യേക കഥാപാത്രങ്ങളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഒന്ന്, ഈശോയുടെ തിരുമുഖം തുടച്ച വെറോനിക്ക എന്ന പുണ്യസ്ത്രീ. ഓരോ കുടുംബ ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാർ ഈ വെറോനിക്കയെ പോലെ ആകേണ്ടവരാണ്. ഭാര്യയുടെ നൊമ്പരങ്ങളെ, സങ്കടങ്ങളെ, അപമാനങ്ങളെ ഭർത്താവ് ഒപ്പിയെടുക്കണം. ഈശോയുടെ തിരുമുഖം തുടച്ചു എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ മറുപുറം ഒന്ന് ചിന്തിക്കാം. ഈശോയുടെ മുഖത്ത് അനേക പടയാളികൾ കാർക്കിച്ച് തുപ്പി എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവരവനെ അടിച്ചു, കാറി തുപ്പി, എത്രമാത്രം അവഹേളിക്കാമോ അത്രമാത്രം അവഹേളിച്ചു, അപമാനിച്ചു. അവൻ്റെ ശിരസിൽ മുള്ളുകൾ കൊണ്ടൊരു കിരീടം അടിച്ചിറക്കി. അങ്ങനെ ഈശോയുടെ മുഖത്ത് ചോരയും ഈ കാറി തുപ്പലും വേദനയും എല്ലാം ആയിട്ടാണ് ഈശോ കടന്നു വരിക കുരിശിൻ്റെ വഴിയിൽ. രണ്ട് കരങ്ങൾ കൊണ്ടും ആ കുരിശ് അവൻ അമർത്തി പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കൈകളൊന്ന് സ്വതന്ത്രമാക്കിയിട്ട് മുഖം ഒന്ന് തുടയ്ക്കാൻ അവന് പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, അടങ്ങാത്ത നൊമ്പരങ്ങളിലൂടെ, സഹിക്കാനാവാത്ത പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകും. അന്ന് ഈ വെറോനിക്കയെ പോലെ ആശ്വസിപ്പിക്കുവാൻ, പങ്കാളിയെ ആശ്വസിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും നിയോഗിക്കപ്പെട്ടവനുമാണ് ഓരോ ഭർത്താവും ഭാര്യയും എന്ന് തിരിച്ചറിയണം. മറ്റൊരു കഥാപാത്രം കുരിശിൻ്റെ വഴിയിൽ നാം കാണുന്നത് കൗറീൻകാരനായ ശിമയോൻ, അലക്സാണ്ടറിൻ്റെയും റോപ്പസിൻ്റെയും പിതാവായിരുന്ന ശിമയോൻ. ഈ ശിമയോൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, അവന് കുരിശ് വഹിക്കാൻ ഇഷ്ടമില്ല. എന്നാൽ പടയാളികളാൽ നിർബന്ധിതനാക്കപ്പെട്ട് ഈശോയുടെ കുരിശ് അവൻ തോളിൽ ഏറ്റെടുക്കുകയാണ്. എന്നാൽ കുരിശുമായി മുൻപോട്ട് പോകുമ്പോൾ ആ മനുഷ്യൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്. അവൻ ഈ കുരിശുമരണം ഒരു കാരണവശാലും അർഹിക്കുന്നതല്ല. പക്ഷേ കൗറീൻകാരനായ ശിമയോന് ഇത് എതിർത്ത് പറയാൻ നിർവാഹമില്ല. അവനോട് പടയാളികൾ ആവശ്യപ്പെട്ടത് ഈശോയ്ക്ക് പകരമായി ഈ കുരിശ് ഏറ്റെടുക്കാനാണ്. ഓരോ ഭർത്താവും ഭാര്യയും ചിന്തിക്കട്ടെ, നിൻ്റെ ജീവിത പങ്കാളിയുടെ കുരിശ് ഏറ്റെടുക്കുവാൻ, അവൾക്കൊരാശ്വാസം പകരുവാൻ, അവനൊരാശ്വാസം പകരുവാൻ നീ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്, ത്യജിച്ചിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോസ്തലൻ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു, 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ, സ്ത്രീയും പുരുഷനും തുല്യ അവകാശികൾ എന്ന നിലയിൽ പരസ്പരം ബഹുമാനം കാണിക്കുവിൻ. പുരുഷനാണോ കുടുംബത്തിൽ വലുത്, സ്ത്രീയാണോ വലുത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയിലൂടെ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. സ്ത്രീയും പുരുഷനും ദൈവസന്നിധിയിൽ തുല്യ അവകാശം ഉള്ളവരാണ്, തുല്യ ഉത്തരവാദിത്വം ഉള്ളവരാണ്. എന്താണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഉത്തരവാദിത്വം വിവാഹ ജീവിതത്തിൽ? 1, പുരുഷനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്
തനിക്ക് ഏൽപ്പിച്ചു തന്ന സ്ത്രീയുടെ വിശുദ്ധീകരണം തങ്ങൾക്ക് സ്വർഗം അല്ലെങ്കിൽ ദൈവം തരുന്ന മക്കൾ വിശുദ്ധരായി വളരുവാൻ വേണ്ടതെല്ലാം ഈ പുരുഷൻ ചെയ്യണം. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പുരുഷന് അല്ലെങ്കിൽ കുടുംബനാഥന്, പിതാവിന് ചെയ്യേണ്ട അനേക കാര്യങ്ങളുണ്ട്. ഇന്ന് അനേക കുടുംബങ്ങളിൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുരിശുവരയ്ക്ക് നേതൃത്വം നൽകുന്നത് ഭാര്യ അല്ലെങ്കിൽ മക്കളായിരിക്കും. ഒരു കുടുംബത്തിൻ്റെ ദൃശ്യതലവൻ എന്ന് പറയുന്നത് ഭർത്താവാണ്, പുരുഷനാണ്. പുരുഷനെയാണ് ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. പുരുഷന് വിധേയപ്പെട്ട് നിൽക്കാനാണ് സ്ത്രീയോട് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിലെ ആത്മീയ കാര്യങ്ങളിലാകട്ടെ ഭൗതിക കാര്യങ്ങളിലാകട്ടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും ആ കടമ ശരിയാം വിധം നിർവഹിക്കേണ്ടതും പുരുഷൻ്റെ കടമയാണ്. ഇനി സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്താണ് കുടുംബജീവിതത്തിൽ? പ്രഭാഷകൻ്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും ഉത്തമയായ സ്ത്രീയെക്കുറിച്ച്, ഉത്തമയായ ഭാര്യയെക്കുറിച്ച് വിവരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 24 ഉത്തമയായ സ്ത്രീ, ഉത്തമയായ ഭാര്യ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ക്ഷേമം, സന്തോഷം, സമാധാനം എപ്പോഴും ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. തൻ്റെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ ക്ഷേമം, സന്തോഷം, സമാധാനം ഉത്തമയായ ഒരു സ്ത്രീ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം അവളുടെ ഉത്തരവാദിത്വമാണ്. വിശുദ്ധയായ അൽഫോൻസാമയെ കുറിച്ച് ഓർക്കുമ്പോൾ, കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി അൽഫോൻസാമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നും അനുസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. അൽഫോൻസാമയുടെ ജീവിതത്തിൽ സഹനങ്ങളെ ഒരിക്കലും അൽഫോൻസാമ തള്ളിക്കളഞ്ഞില്ല. അത് തൻ്റെയും തൻ്റെ കൂടെയുള്ള മറ്റ് സഹോദരങ്ങളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ അൽഫോൻസാമ ഏറ്റെടുത്തവളാണ്. സഹനമേ തരണമേ, മരണമേ വരണമേ എന്നായിരുന്നു അൽഫോൻസാമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു സുഹൃത ജപം. സഹനത്തെ അനേകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് അവൾ സഹിച്ചു. ഇന്ന് കുടുംബജീവിതത്തിൽ അനേകർ ഈ സഹനങ്ങളെ പാഴാക്കി കളയുകയാണ്. അവർ ഈ സഹനങ്ങളെ ഏറ്റെടുക്കുകയും യേശുക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് സമർപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ വളരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തിരിച്ചറിവിലേക്ക് വരാം. പണ്ട് കേരളത്തിൽ പാടിക്കൊണ്ടിരുന്നൊരു ഗാനമുണ്ട്. സഹനം ദൈവത്തിൻ ദാനം, ആ ദാനം അവിടുത്തെ സ്നേഹം. സ്നേഹം കുരിശിൽ കാണാം, ആ കുരിശിൽ സഹനത്തിൻ സാരം. ബഹുമാനപ്പെട്ട തദേവൂസ് അരവിന്ദത്തച്ഛൻ എഴുതിയ ഒരു ഗാനം. പ്രിയമുള്ളവരെ, ആ ഗാനത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓരോ സഹനവും ദൈവം നൽകുന്ന വലിയ ദാനമാണ്, സമ്മാനമാണ്. ഈ സഹനത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ പിതാവിൻ്റെ സ്നേഹം ആ കുരിശിൽ വെളിപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത്: തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ കുരിശോളം, കുരിശിൽ മരിക്കുന്നത് വരെയും
അവൻ്റെ സ്നേഹം വെളിപ്പെട്ടു. കുരിശിലാണ് ആ സ്നേഹം വെളിപ്പെട്ടത്. സഹനത്തിലാണ് ആ സ്നേഹം വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സഹനം, വേദന, ദുരിതം, കണ്ണുനീര് കുരിശോടൊന്ന് ചേർത്ത് വയ്ക്കുക. കുരിശിൽ ഏറ്റെടുത്ത ഈശോ എൻ്റെയും നിൻ്റെ രോഗത്തെ, വേദനകളെ എല്ലാം കുരിശിൽ ഏറ്റെടുത്തു. ഇന്നും അവൻ ഏറ്റെടുക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിനക്ക് ആശ്വാസം ലഭിക്കും. നിൻ്റെ സഹനങ്ങളെ കുരിശോട് ചേർക്കുക. നിൻ്റെ കുടുംബജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനകളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, മക്കളെക്കുറിച്ചുള്ള ഭാരമാകട്ടെ, കുരിശോട് ചേർക്കുക. സഹനങ്ങളെ ഏറ്റെടുക്കുക, കുരിശിൽ സമർപ്പിക്കുക. ഇതൊരു ബലിയാണ്. കുടുംബജീവിതം ഒരു ബലിയാണ്. നീയും ഭർത്താവും ഒരുമിച്ച്, നീയും നിൻ്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് ആ ബലി അർപ്പിക്കുക. ഓരോ ബലിയും മുറിക്കപ്പെടാനുള്ളതാണ്. കാൽവരിയിൽ ഈശോ മുറിക്കപ്പെട്ടു. ഇന്ന് നിൻ്റെ ജീവിതത്തിലും മുറിക്കപ്പെടുന്നൊരനുഭവം ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് ജീവനാകുവാനാണ്. ഈശോയുടെ ശരീരം മുറിക്കപ്പെട്ടത്, ഈശോയുടെ രക്തം ചിന്തപ്പെട്ടത് എനിക്കും നിനക്കും ജീവൻ നൽകാൻ വേണ്ടിയാണെങ്കിൽ, കുടുംബജീവിതത്തിൽ നിൻ്റെ ഈ സഹനം നീ മുറിക്കപ്പെടുന്നത് നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ജീവനായി തീരുവാനാണ്. ദൈവം നിങ്ങളെ അതിനായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിരന്തരം ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധമായൊരു കുടുംബ ജീവിതം നയിക്കുവാൻ ഇത് കേൾക്കുന്ന സകല മക്കൾക്കും കൃപയും അഭിഷേകവും ലഭിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം